വെൽക്കം ടു ഓൾ ന്യൂ എപ്പിസോഡ് ഓഫ് ഓൾ തിങ്സ് കൺസിഡേർഡ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഇന്ത്യയിലെ ഏറ്റവും റിലയബിൾ സ്കൂട്ടർ EV ബ്രാൻഡായിട്ടുള്ള ഏത്തറിൻ്റെ കൂടെയാണ്. ഏത്തർ റിസ്റ്റയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം ബാക്ക്. 2024 ഏപ്രിൽ 6 ഏത്തർ റിസ്റ്റ എന്ന് പറഞ്ഞ മോഡൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത്. നമുക്ക് ഏത്തറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഡിസൈൻ നോക്കാം. ഒരു 2 ടോൺ പെയിൻറ്റ് ഫിനിഷിലാണ്. ഇത് സ്പെഷ്യൽ എഡിഷനാണ്, നോർമൽ അല്ല. നോർമൽ സിംഗിൾ ടോൺ ആയിരിക്കും. ഇത് 2 ടോൺ മാറ്റ് ഒരു പെയിൻ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഇങ്ങനെയാണ് എൻ്റെ ഹെഡ്ലൈറ്റ്സ് വരുന്നത്. 2 സൈഡിലും ഓരോ DRL കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് ഇൻഡിക്കേറ്ററിൻ്റെ പ്ലേസ്മെൻറ്റും വരുന്നത്. ലോ ബീം, ഹൈ ബീം, റിഫ്ലക്റ്റഡ് ടൈപ്പ് LED യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത് ഏത്തറിൽ. ഇവിടെ ഏത്തറിൻ്റെ ഒരു ബ്രാൻഡിങ്ങും കാണാം. താഴത്തേക്ക് വരുമ്പോൾ ഒരു ട്വിൻ ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. വേറെ ഫാൻസി ആയിട്ടുള്ള സസ്പെൻഷൻ ടെക്നീക്സ് ഒന്നും ഏത്തർ പിടിച്ചിട്ടില്ല. ഒരു ബോഡി കളേർഡ് ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു മഡ് ഗാർഡും ഫ്രണ്ടിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 90/90 12 ഇഞ്ച് അലോയ് വീൽസാണ് കൊടുത്തിരിക്കുന്നത്. ഒരു മാറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ട് യൂണിറ്റിൽ കൊടുത്തിരിക്കുന്നത്. പെറ്റൽ ഡിസ്ക് ബ്രേക്കാണ്. ബാക്കിൽ ഡ്രംസ് ആണ്. കോംബി ബ്രേക്കിംഗ് സിസ്റ്റമാണ്. ഇതിൽ തന്നെ ഒരു സ്കിഡ് കൺട്രോൾ എന്ന് പറയുന്നൊരു പുതിയൊരു ഫീച്ചറും ഏത്തർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഫ്രണ്ട് വീലിൻ്റെ സ്പീഡ് അനലൈസ് ചെയ്തിട്ട് ബാക്കിലെ വീല് സ്പിന്നാവാതിരിക്കാൻ ബേസിക്കലി നമ്മുടെ കാറിലുള്ളൊരു ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം പോലെ തന്നെ വർക്ക് ചെയ്യുന്നൊരു സിസ്റ്റമാണ് ഏത്തർ റിസ്റ്റയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് നമുക്ക് റിസ്റ്റയുടെ ഒരു സൈഡ് പ്രൊഫൈൽ വരുന്നത്. വളരെ ലെങ്തി ആയിട്ടുള്ളൊരു സ്കൂട്ടർ തന്നെയാണ് റിസ്റ്റ. ഈ ഒരു ഡിസൈൻ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു ഫാമിലി ഓഡിയൻസിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവായിട്ട് ഏത്തർ ഇറക്കിയിട്ടുള്ളൊരു വെഹിക്കിൾ തന്നെയാണ്. നേരെ മറിച്ച് നമ്മൾ 450S ഇല്ലെങ്കിൽ എക്സിൽ നോക്കുമ്പോൾ അതൊരു പർപ്പസ് ബിൽറ്റ്, നമ്മൾ കഴിഞ്ഞ ദിവസം സിമ്പിളിൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു സ്പോർട്ടി സ്കൂട്ടറായിട്ട് തന്നെയാണ് ഇറക്കിയിട്ടുള്ളത്. റിസ്റ്റ ഒരു പ്രോപ്പർ ഫാമിലി ഓഡിയൻസിന് വേണ്ടി ഇറക്കിയിട്ടുള്ള വെഹിക്കിളാണ്. അത് അതിൻ്റെ സ്പേസിലാണെങ്കിലും അതിൻ്റെ ഡിസൈനിലാണെങ്കിലും നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. റിസ്റ്റയിൽ വന്നിട്ട് നമ്മുടെ ബാറ്ററി പാക്ക് ഫ്ലോർ പാനലിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ 3.7 kWh ബാറ്ററിയാണ് വരുന്നത്. ലിഥിയം ബാറ്ററിയാണ്. ബേസ് മോഡലിൽ 2.7 kWh ബാറ്ററിയാണ് വരുന്നത്. ടോപ്പ് വേരിയൻറ്റിൽ റിയൽ വേൾഡ് റേഞ്ച് നമുക്കൊരു 120-125 വരെ കിട്ടും. ബേസ് മോഡലിൽ ഒരു 100 km ആണ് റിയൽ വേൾഡ് പറയുന്നത്. ഏത്തർ മാത്രമേ ഉള്ളൂ IDC റേഞ്ച് പറഞ്ഞിട്ട് ഒരു ട്രൂ റേഞ്ച് എന്ന് പറഞ്ഞൊരു ഫിഗറും കൂടെ കൊടുക്കും. ആക്ച്വലി കസ്റ്റമേഴ്സിന് ബെനിഫിഷ്യൽ ആയിട്ടൊരു കാര്യമാണ് ഏത്തർ ആ കാര്യത്തിൽ കാണിക്കുന്നത്. ഇങ്ങനെയാണ് റിസ്റ്റയുടെ ഒരു ഫ്ലോർ പാൻ വരുന്നത്. ഇതെല്ലാം ഓപ്ഷണൽ ആക്സറി ആയിട്ട് വരുന്ന മാറ്റാണ്. വളരെ വൈഡായിട്ടുള്ളൊരു ഫ്ലോർ ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. എഗൈൻ നോ ഗ്യാസ് കുറ്റി വെക്കരുത്. ഇലക്ട്രിക് വണ്ടിയിൽ പ്രത്യേകിച്ചും ഗ്യാസ് കുറ്റി വെക്കരുത്. നമുക്ക് അത്യാവശ്യം ലഗേജ് വെക്കാം, അതല്ലാതെ വേറെ ഗ്യാസ് കുറ്റി അങ്ങനെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും വെക്കരുത്. പിന്നെ പിന്നിലേക്ക് വരുമ്പോൾ ഇവിടെ ബോഡിയിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫുഡ് റെസ്റ്റ് കാണാം. അതും ഞാൻ നമ്മുടെ സിമ്പിളിൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇത് നമ്മൾ ബോഡിയോട് ഇങ്ങനെ ചേർത്ത് കാല് വെക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നോർമലി നമുക്കൊരു എക്സ്റ്റെൻഡബിൾ ആയിട്ടുള്ള ഫുഡ് റെസ്റ്റാണ് വരുന്നത്. ഇതിൽ ബോഡിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ബോഡി നല്ല കവേർഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ കാല് വെക്കുമ്പോൾ മഴയത്ത് ചെളി തെറിക്കുന്ന പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. റിസ്റ്റയിൽ വന്നിട്ട് പിന്നിലെ ടയേഴ്സ് 100/80 12 ഇഞ്ച് അലോയ് വീൽസാണ്. പിന്നിൽ വന്നിട്ട് നമുക്ക് ഡ്രം ബ്രേക്സ് ആണ്, ഡിസ്ക് ബ്രേക്സ് കൊടുത്തിട്ടില്ല. ബ്രേക്സിൻ്റെ കോമ്പോണൻസ് ഒക്കെ ഇതുപോലൊരു പ്ലാസ്റ്റിക് ഹൗസിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക് ലൈൻസോ കാര്യങ്ങളൊന്നും ഡേർട്ടി ആവില്ല. മഴ പെയ്യുമ്പോഴത്തേക്ക് ചെളി അടിച്ച് കയറി അലമ്പാവില്ല. നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ ഏത്തറിനെ പോലെ തന്നെ റിസ്റ്റയും ബെൽ ഡ്രൈവാണ്. അങ്ങനെയാണ് റിസ്റ്റയുടെ ഒരു ടെയിൽ ലാമ്പ് സെക്ഷൻ വരുന്നത്. വളരെ സ്ലീക്കായിട്ടുള്ള വളരെ സ്ലിം ആയിട്ടുള്ളൊരു ടെയിൽ ലാമ്പ് യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഫുൾ ലെങ്ത് LED ബാറായിട്ട് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് സൈഡിലായിട്ട് ഇൻഡിക്കേറ്റേഴ്സും പ്ലേസ് ചെയ്തിട്ടുണ്ട്. താഴത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു റിഫ്ലക്ടർ കാണാം. ഇവിടെ ഒരു നമ്പർ പ്ലേറ്റിന് മൗണ്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ നമ്പർ പ്ലേറ്റിൻ്റെ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നമ്മൾ താഴത്തേക്ക് വരുമ്പോൾ ഇവിടെയാണ് ബെൽ ഡ്രൈവ് കൊടുത്തിരിക്കുന്നത്. ചില വണ്ടികളിലെ പോലെ ഫുള്ളി എക്സ്പോസ്ഡ് ആയിട്ടല്ല ബെൽ ഡ്രൈവ് കൊടുത്തിരിക്കുന്നത്. ഒരു ക്വാളിറ്റിയുള്ള ഒരു ഫൈബറിൻ്റെ കവറിങ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മണ്ണും ചെളിയും അധികം അടിച്ചു കയറാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇങ്ങനെയാണ് റിസ്റ്റയുടെ ഒരു സൈഡ് സ്റ്റാൻഡ് വരുന്നത്. ഒരു കാസ്റ്റ് അലുമിനിയം നല്ലൊരു ഡിസൈൻഡ് ആയിട്ടുള്ള സൈഡ് സ്റ്റാൻഡാണ് കൊടുത്തിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ആക്ച്വേഷൻ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിപ്പോൾ ഞാൻ എങ്ങനെ കാണിച്ചു തരും എന്നുള്ളതാണ്.
അതിൽ ശ്രദ്ധിച്ചാൽ കാണാം അതിൻ്റെ ആ സ്റ്റാൻഡിൻ്റെ ഒരു മൂവ്മെൻറ്റ് നല്ല ഭംഗിയാണ്. ഒരു ടിപ്പിക്കൽ സ്റ്റാൻഡിൻ്റെ ഒരു ഫംഗ്ഷൻ അല്ല അതിൽ. ഒരു 2 ലിവർ അതിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇങ്ങനെയാണ് നമുക്ക് റിസ്റ്റയുടെ ഒരു സീറ്റ്സ് വരുന്നത്. നല്ല വൈഡ് ആയിട്ടുള്ള സീറ്റാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യാത്രാസുഖത്തിനെ കുറിച്ച് നമ്മൾ വേറെ ഒന്നും കമൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. റിസ്റ്റയ്ക്ക് 2 വേരിയൻ്റാണ് വരുന്നത്. ടോപ്പ് മോഡലിൻ്റെ പേര് സെഡ് എന്നാണ്. സെഡിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരു ബാക്കിലൊരു പില്യൺ ബാക്ക് റെസ്റ്റ് കമ്പനി കോംപ്ലിമെൻ്ററി ആയിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് റിസ്റ്റയുടെ ബൂട്ട് സ്പേസ് ഒന്ന് കാണാം. നമ്മുടെ കീ ഇടുന്ന സ്ലോട്ടിൽ തന്നെയാണ്. കീ നമ്മൾ ജസ്റ്റ് ലെഫ്റ്റിലേക്ക് ഇങ്ങനെ ആയി കഴിയുമ്പോൾ ബൂട്ട് ഓപ്പൺ ആവും. ഇവിടെ ആയിട്ടൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് സീറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു 35 ലിറ്ററിൻ്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജാണ് റിസ്റ്റയിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് തന്നെയാണിത്. ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് നമുക്ക് വെക്കാൻ പറ്റും. പക്ഷേ എല്ലാ ബ്രാൻഡിൻ്റെയും, അതായത് ഇപ്പോൾ ആക്സർ പോലത്തെ അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ള ഹൈറ്റ് കൂടിയിട്ടുള്ള ഫുൾ ഫേസ് ഹെൽമെറ്റുകൾ ഇതിനകത്ത് വെക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ ഒരു LED ലൈറ്റ് സ്ട്രിപ്പും കൊടുത്തിട്ടുണ്ട് നമുക്ക് നൈറ്റ് ഇതിനകത്ത് വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പോൾ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റും അങ്ങനത്തെ നമ്മുടെ ക്ലീനിങ് ക്ലോത്ത്, ചെറിയ സപ്ലൈസ് ഒക്കെ വെക്കാനുള്ളൊരു ചെറിയൊരു പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. നമുക്ക് റിസ്റ്റയുടെ ഡാഷ്ബോർഡ് എന്ന് കാണാം. ഇവിടെയാണ് കീ ഇടുന്ന സ്ലോട്ട് വരുന്നത്. താക്കോൽ ഓൺ ചെയ്യുക. അപ്പോൾ തന്നെ പ്രത്യേകിച്ച് സൗണ്ടോ ബസറോ ഒന്നുമില്ല. ഞാൻ റിവറിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്ത് ചെയ്താലും അതിൽ ബസറുണ്ട്. അങ്ങനത്തെ അനോയിങ് ആയിട്ടുള്ള പരിപാടിയൊന്നും ഇതിലില്ല. ഏത്തർ സ്റ്റാക്ക് എന്നാണ് ഇവരുടെ ഈ സോഫ്റ്റ്വെയറിൻ്റെ പേര്. ഇതിൽ നമുക്ക് ഒരുപാട് അങ്ങനെ ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. നമ്മുടെ ഇപ്പോഴത്തെ ട്രിപ്പ് മീറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഏത് മോഡിലാണ് ഇപ്പോൾ കിടക്കുന്നതെന്ന് കാണിക്കുക. നമുക്ക് മോഡൊക്കെ മാറ്റുന്ന ബട്ടൺ ഇതാ, ഞാൻ അതിലേക്ക് വരാം. ഗൂഗിൾ മാപ്പ് ഇതിനകത്ത് ഓൺ ഡിവൈസായിട്ട് തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ കാണുന്ന മാപ്പ് ഗൂഗിൾ മാപ്സ് തന്നെയാണ്. നമുക്കിതിനകത്ത് അഡീഷണൽ ആയിട്ട് വരുന്നത് ഈ വെഹിക്കിളിൻ്റെ ഏത്തറിൻ്റെ ഗ്രിഡ് ഉണ്ടല്ലോ, ചാർജിങ് നെറ്റ്വർക്ക്, അതിൻ്റെ ഡീറ്റെയിൽസ് ഈ മാപ്പിൽ തന്നെ കാണിച്ചു തരും. അതാകുമ്പോൾ നമുക്ക് ഫോൺ എടുക്കണ്ട, ഫോണിലെടുത്തിട്ട് ചാർജർ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്തിട്ട് ആ ഒരു ഹാസിൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിൽ വന്നിട്ട് നമുക്ക് മാജിക് ട്വിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട്. അതായത് നമ്മുടെ ഈ ആക്സിലേറ്റർ നമ്മൾ പിന്നിലേക്ക് ആക്കുമ്പോൾ ഒരു ഫോഴ്സ്ഡ് റീജൻ, നമ്മുടെ ഓലയിലൊക്കെ പറയുന്ന പോലെ ഒരു ഫോഴ്സ്ഡ് റീജൻ ഫംഗ്ഷനകത്തുണ്ട്. പിന്നെ സ്കിഡ് കൺട്രോൾ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അതായത് ഫ്രണ്ട് വീലിൻ്റെ സ്പിന്നിങ് എത്ര റൊട്ടേഷൻ ഉണ്ടെന്ന് അനലൈസ് ചെയ്തിട്ട് ബാക്ക് വീല് സ്ലിപ്പ് ആകുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ സ്കിഡ് ആവാതിരിക്കാനുള്ളൊരു ടെക്നിക്കാണ്. കാറിൻ്റെ അകത്ത് നമ്മൾ ട്രാക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നതിൻ്റെ ഒരു സെയിം ഫീച്ചർ തന്നെയാണ്. ഓട്ടോ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഓൺ ബോർഡ് നാവിഗേഷൻ വെച്ചിട്ട് തന്നെ നമ്മൾ ടേൺ വളഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഡിക്കേറ്റർ ക്ലോസ് ചെയ്യും. ഈ ഗൈഡ് മീ ഹോം എന്ന് പറഞ്ഞാൽ നമ്മൾ വെഹിക്കിൾ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഇത്ര സെക്കൻഡ് നേരത്തേക്ക് ഹെഡ്ലൈറ്റ്സ് ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കും. ഇൻകോഗ്നീറ്റോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. സ്മാർട്ട് ഈക്കോ എന്ന് പറയുന്നത് ഏത്തറിൻ്റെ പുതിയൊരു എഫിഷ്യൻറ്റ് മോഡാണ്. അതായത് നല്ല റേഞ്ചും കിട്ടും, എന്നാൽ തീരെ പെർഫോമൻസ് കുറവുമല്ല. ഓട്ടോ ഹോൾഡ് എന്ന് പറയുന്നത് 30 മിനിറ്റ് വരെ വെഹിക്കിൾ ഒരു ഇൻക്ലൈനിൽ 20 ഡിഗ്രി ഇൻക്ലൈനിൽ 30 മിനിറ്റ് വരെ വെഹിക്കിളിൻ്റെ മോട്ടോഴ്സ് ലോക്ക് ചെയ്ത് പിടിക്കും. മുമ്പിലേക്കോ പുറകിലേക്കോ ഉരുണ്ട് പോകാതെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. നല്ലൊരു ഫീച്ചറാണ്. കോസ്റ്റിംഗ് റീജൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈവേയിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് റീജൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ മിനിമലായിട്ട്, ഇല്ലെങ്കിൽ ഓൾമോസ്റ്റ് 0 റീജനിലേക്ക് കൊണ്ടുവന്നെത്തിക്കും. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർ ഇതിൽ ഫോൾ സേഫ്. നമ്മുടെ പല പെട്രോൾ സ്കൂട്ടറുകളിലും ബൈക്കുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇൻ കേസ് നമ്മൾ സ്കൂട്ടറിൽ നിന്നൊന്നും മറിഞ്ഞ് വീണാൽ, ഡ്രൈവ് ചെയ്യുമ്പോഴോ ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റാൻഡ് എടുക്കുമ്പോഴോ ഒന്നും മറിഞ്ഞ് വീണാൽ വെഹിക്കിൾ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവും. ഇലക്ട്രിക് വെഹിക്കിൾസിൽ പൊതുവേ ആ ഒരു ജൈറോസ്കോപ്പ് കൊടുത്തിട്ടില്ല. ഏത്തർ റിസ്റ്റയിൽ ഫോൾ സേഫ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ വണ്ടി എന്തെങ്കിലും കാരണവശാൽ ഒന്ന് മറിഞ്ഞ് വീണാൽ എടുത്ത് പൊക്കാൻ വരുന്ന ആൾക്കാർ അറിയാതെ ആക്സിലേറ്റർ ആണ് കൊടുക്കുന്നതെങ്കിൽ അതിന് മുമ്പ് തന്നെ വെഹിക്കിൾ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവും. പിന്നെ ക്രാഷ് ഡിറ്റക്ഷൻ ഉണ്ട്. പിന്നെ ക്രിക്കറ്റ് പ്രേമികൾക്ക് ക്രിക്കറ്റിൻ്റെ സ്കോർ ലൈവായിട്ട് സ്ക്രീനിൽ തന്നെ കാണിച്ചു കൊടുക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബ്ലൂടൂത്ത് ഉണ്ട്. പിന്നെ ഈ റീസെൻ്റ് ആയിട്ടാണ് ഇവർ വോയിസ് കമാൻഡ്സ് എന്ന് പറയുന്നൊരു ഫീച്ചറും കൂടെ എനേബിൾ ചെയ്തിരിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് നമ്മൾ ഒരു കാര്യങ്ങളും ചെയ്യേണ്ട. നമ്മൾ നമ്മുടെ ഫോണോ ഇല്ലെങ്കിൽ ഹെൽമെറ്റിൽ ഇൻ്റർകോമോ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് കണക്ട് ചെയ്തിരിക്കുന്ന സമയം ഈ ഇൻഡിക്കേറ്ററിൻ്റെ ക്ലോസ് ചെയ്യുന്ന ബട്ടൺ ഒരു 2 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഒരു ലിസ്റ്റ് കമാൻഡ് തന്നെ ഉണ്ട്. ടേക്ക് മീ ഹോം, നാവിഗേറ്റ് ടു, ഇല്ലെങ്കിൽ നമുക്ക് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സ്കിഡ് കൺട്രോൾ ഓൺ ചെയ്യാൻ പറയാം, സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് കുറയ്ക്കാൻ പറയാം. കണ്ടമാനം ഫീച്ചേഴ്സ് ഉണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് നേരം വെച്ചിട്ട് അതിപ്പോൾ എന്നെ നമ്മുടെ അഡ്വൈസർ കാണിച്ചു തരുമായിരുന്നു. ഞാൻ ആക്ച്വലി അത് കുറേ ഇമ്പ്രസ്ഡ് ആയിപ്പോയി.
വളരെ റെസ്പോൺസീവായിട്ടാണ് ആ ഒരു വോയിസ് കമാൻഡ്സ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡാഷ്ബോർഡ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സ്വിച്ച് കൺട്രോൾസ് നോക്കാം. റൈറ്റ് സൈഡിൽ ഇവിടെയായിട്ടാണ് പാർക്ക് അസിസ്റ്റൻ്റ് ബട്ടൺ വരുന്നത്. അതായത് നമുക്ക് ചെറിയ സ്പീഡിൽ റിവേഴ്സ് ഫോർവേഡ് പോകാനുള്ള പാർക്ക് അസിസ്റ്റൻ്റ് ബട്ടൺ. ഇവിടെയാണ് നമുക്ക് വെഹിക്കിളിൻ്റെ മോഡ് ചേഞ്ച് ചെയ്യുന്ന ബട്ടൺ. നമുക്ക് ഏത്തർ റിസ്റ്റയിൽ വന്നിട്ട് 2 മോഡാണ് ഡ്രൈവിംഗ് മോഡാണ് ഉള്ളത്. ഒന്ന് സ്മാർട്ട് ഈക്കോ, 2 സിപ്പ് എന്ന് പറഞ്ഞ മോഡൽ. അതാണ് കുറച്ചുകൂടെ റെസ്പോൺസീവ് ആയിട്ടുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള മോഡൽ. ഇത് വെഹിക്കിൾ സ്റ്റാർട്ട് സ്റ്റോപ്പ് ചെയ്യാനുള്ള ബട്ടണാണ്. ബ്രേക്ക് പ്രസ് ചെയ്ത ശേഷം ഈ ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വെഹിക്കിൾ സ്റ്റാർട്ടാവും. ഇനി ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ ഇവിടെയാണ് ലോ ബീം ഹൈ ബീമിൻ്റെ സ്വിച്ച് വരുന്നത്. ഇത് ഒരു ജോയ്സ്റ്റിക്കാണ്. വെഹിക്കിൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ടച്ച് സ്ക്രീൻ ആക്റ്റീവ് ആയിരിക്കത്തില്ല, സേഫ്റ്റി റീസൺസ്. അപ്പോൾ വെഹിക്കിളിൻ്റെ സ്ക്രീനുമായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ജോയ്സ്റ്റിക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിൽ അപ്പ്, ഡൗൺ, ലെഫ്റ്റ്, റൈറ്റ്, ഓക്കെ എല്ലാ ഫങ്ഷൻസും ഉണ്ട്. ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് ഇങ്ങനെയാണ് വരുന്നത്. താഴെയായിട്ട് ഹോണിൻ്റെ ബട്ടണും കൊടുത്തിട്ടുണ്ട്. നമ്മൾ താഴത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു നമുക്ക് അത്യാവശ്യം ലഗേജ്, ഈ ചെറിയ കിറ്റുകൾ കാര്യങ്ങളൊക്കെ തൂക്കാനുള്ളൊരു ഹുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് സൈഡിലായിട്ടാണ് ഒരു സ്പ്രിംഗ് ലോഡഡ് മെക്കാനിസമായിട്ട് ഇവരുടെ ചാർജിങ് പോർട്ടിൻ്റെ ഒരു ക്യാപ്പും കൊടുത്തിട്ടുണ്ട്. Type 7 എന്ന് പറയുന്ന ഏത്തർ പ്രൊപ്രൈറ്ററി ആയിട്ടായിരുന്നു ആദ്യം യൂസ് ചെയ്തിരുന്നത്. ഇപ്പം നമുക്ക് ബോൾട്ട്, എർത്ത് പോലത്തെ തേർഡ് പാർട്ടി കമ്പനീസും ഫാസ്റ്റ് ചാർജേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ ഏതറിന് തന്നെ സ്വന്തമായിട്ടുള്ള ഗ്രിഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ചാർജിങ് ഗ്രിഡുള്ള ഒരു 2 വീലറാണ് ഏത്തർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ലോങ് ഡിസ്റ്റൻസ് എടുത്തുകൊണ്ട് പോകണമെന്നുണ്ട് ഒരുപാട് പ്ലാൻ ചെയ്ത് കൊണ്ടുപോകേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഈ പറഞ്ഞ പോലത്തെ ഒരു ലഗേജ് ഹുക്ക് ഇവിടെയുണ്ട്, സീറ്റിൻ്റെ തൊട്ട് മുമ്പിലായിട്ട്. നമുക്കൊരു 2 കിലോ വരെയൊക്കെ നമുക്കിതിനകത്ത് തൂക്കിയിടാൻ പറ്റും. ഇങ്ങനെയാണ് നമുക്ക് ഏത്തർ റിസ്റ്റയുടെ ഒരു സീറ്റിംഗ് പൊസിഷൻ വരുന്നത്. വളരെ അപ്രൈറ്റ് ആയിട്ടുള്ളൊരു സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ്. ഞാൻ എടുത്ത് പറയേണ്ട കാര്യം, ഇതൊരു സ്പോർട്ടി സ്കൂട്ടർ അല്ല. നമുക്കൊരു 2 പേരും ഒരു കുട്ടികളൊരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ നല്ല ഹാപ്പി ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് പോയിട്ട് വരാൻ പറ്റുന്നൊരു സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ്. പിന്നെ ഹാൻഡിൽ തിരിക്കുമ്പോൾ മുട്ടിൽ തട്ടുന്ന പ്രോബ്ലംസ് ഒന്നുമില്ല. ഷോറൂമിൻ്റെ ഉള്ളിലാണ്, അതുകൊണ്ടാണ് സൗണ്ട് കേൾക്കുന്നത്. മുട്ടിൽ തട്ടുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സീറ്റാണ്. എൻ്റെ ഹൈറ്റ് 5'10" ആണ്. എനിക്ക് പ്രോപ്പർ പ്ലാന്റഡ് ഫുട്ട് കിട്ടുന്നുണ്ട്, 2 സൈഡിലും കിട്ടുന്നുണ്ട്. കൊള്ളാം, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. ബാക്കി ഓടിക്കുമ്പോഴത്തേക്കുള്ളത് എങ്ങനെയാണെന്നുള്ളത് ഡ്രൈവ് പോകുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. സ്ക്രീനാണെങ്കിലും ഒത്തിരി ഇൻ യുവർ ഫേസ് ആയിട്ടുള്ളൊരു സ്ക്രീനല്ല, നല്ലൊരു മെച്ചുവേർഡ് ആയിട്ടുള്ളൊരു ലേ ഔട്ടാണ്. നമുക്കിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണിച്ച് നമ്മളിങ്ങനെ കൺഫ്യൂഷനാക്കുക അങ്ങനെയൊന്നുമില്ല. വളരെ പക്കായിട്ടാണ് ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ ലേ ഡൗൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ഇത് എന്തുവാന്ന് നമുക്ക് തോന്നത്തില്ല. വളരെ ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നന്നായിട്ടുണ്ട്. നമുക്ക് ബാക്കി ഓടിക്കുമ്പോൾ ഡീറ്റെയിൽസ് പറയാം. ഏത്തർ റിസ്ത ഒരു വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള സ്കൂട്ടറാണ്. സ്റ്റിഫാണ്. റിവർ ഇന്ത്യനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രത്തോളം ഒരു സോഫ്റ്റ് റൈഡിങ് അല്ല, എന്നാലും കംഫർട്ടബിളാണ്. പിക്കപ്പൊക്കെ നല്ല റീസണബിളാണ്. ഒരു സ്ലോയോ ലാഗോ ഒന്നും ഫീൽ ചെയ്യില്ല. പിന്നെ റിസ്റ്റയുടെ റിയർ ബ്രേക്ക് ഡ്രമ്മാണ്. ഡിസ്ക് ബ്രേക്ക് ആയിരുന്നെങ്കിൽ കുറേ കൂടെ ബെറ്റർ ഒരു ബ്രേക്ക് ഫീൽ കിട്ടിയാനേ എന്ന് എനിക്കൊരു സജഷൻ എനിക്കുണ്ട്. പിന്നെ ബാക്കി സർവീസ് നെറ്റ്വർക്ക്, അതായത് സെയിൽസ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും ചാർജറിൻ്റെ നെറ്റ്വർക്ക്, അതായത് ഇവർക്ക് ഗ്രിഡ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, ഏത്തർ ഗ്രിഡ്, അങ്ങനെ ഏത് ആസ്പെക്റ്റിൽ നോക്കിയാലും ഇൻഡസ്ട്രി ലീഡിങ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വണ്ടി എടുത്തതിന് ശേഷം പിന്നെ ടെൻഷൻ വേണ്ട. എക്സ്പെൻസീവാണ്, യെസ് എക്സ്പെൻസീവാണ്. കോമ്പറ്റീഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എക്സ്പെൻസീവാണ്. ഓൾമോസ്റ്റ് 2 lakhs ആണ് ഇപ്പോൾ നമ്മൾ ഈ ഓടിക്കുന്ന ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയുടെ ഓൺ റോഡ് വിലയെന്ന് പറയുന്നത്. സ്പെയർ പാർട്സും അത്യാവശ്യം എക്സ്പെൻസീവാണ്. സർവീസും ഓൺ ദ ഹയർ സൈഡാണ്. പക്ഷേ ഒരു റിലയബിൾ ആയിട്ടുള്ള, പ്രാക്ടിക്കലായിട്ടുള്ള, ബാലൻസ്ഡ് ആയിട്ടുള്ള സ്കൂട്ടറായിട്ട് കൺസിഡർ ചെയ്യാവുന്ന നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഏത്തർ റിസ്ത. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തത് ആലപ്പുഴ പൂങ്കാവിലുള്ള ഏത്തറിൻ്റെ EVMൻ്റെ ഡീലർഷിപ്പാണ്. ഇവിടുത്തെ സ്റ്റാഫൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. എനിക്ക് ഇവിടുത്തെ എല്ലാ സഹായം ചെയ്തു തന്ന ഇദ്ദേഹമാണ്. ഷൈൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഷോറൂമിൻ്റെയും മറ്റ് ഡീറ്റെയിൽസും ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ എന്ത്
ഡൗട്ടിന് വേണമെങ്കിലും ഇദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഏത്തർ റിസ്റ്റയുടെ ഇന്നത്തെ റിവ്യൂ എന്ന് പറയുന്നത്. റിസ്റ്റയുടെ എല്ലാ ആസ്പെക്ട്സും ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നല്ലൊരു സ്കൂട്ടറാണ്, ഒരു പ്രോപ്പർ ഫാമിലി ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്ത് ഇറക്കിയിരിക്കുന്ന സ്കൂട്ടറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ റോഡിൽ ഒരുപാട് കാണുന്നുമുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. ബൈ. സീറ്റിംഗ് പൊസിഷൻ വരുന്നത് കിട്ടുവാന്ന് സംശയമുണ്ട്, നോക്കട്ടെ. ഇന്ത്യാസ് ഫേവറേറ്റ് ഇലക്ട്രിക് 2-വീലർ സെഗ്മെന്റ് നമുക്ക് ഇതിനകത്ത് തൂക്കിയിടാൻ പറ്റും.